എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 പ്രാവശ്യം ഓരോ കഥയൊക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പം ചിലരൊക്കെ അത് വായിച്ചു, കമൻറ്റുകൾ എഴുതി, അഭിപ്രായങ്ങൾ എഴുതി, തെറ്റുകൾ തിരുത്തി തന്നു. അങ്ങനെയൊക്കെ അത് അവസാനിച്ചു. ആ കഥ അവസാനിച്ചു. ഇന്ന് പുതിയൊരു കഥയായിട്ടാണ് വരുന്നത്. ഇത് കഥ വിക്രമാദിത്യ കഥകൾ, അതിൻ്റെ ആദ്യ ഭാഗം. ഇത് ഒരു പ്രശസ്തമായിട്ടുള്ള കഥയാണ്. കാരണം നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ടൊക്കെ എല്ലാവരും വായിച്ച് കേട്ടും, അവരൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ കേട്ടും ഒക്കെ പഴകിയ ഒരു കഥയാണ്. ആ കഥ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറയൊന്നും കേട്ടിട്ടുണ്ടാവില്ല, അവർക്കതേക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പം ഇത് കേട്ടവർക്കും കേൾക്കാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പം ഈ കഥയിലെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ, ഭോജരാജ്യം എന്ന് പറയുന്ന രാജ്യത്തിലെ മുഞ്ചരാജൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം രാജ്യം ഭരിച്ചിങ്ങനെ നല്ല രീതിയിൽ രാജ്യം ഭരിച്ചിങ്ങനെ പോകുമ്പം ഒരിക്കലൊരു ജ്യോത്സ്യൻ വരുവാണ്. ജ്യോത്സ്യൻ വന്നു കഴിയുമ്പം ഇയാളുടെ ഭാവി ഭൂതകാലങ്ങളെല്ലാം പറയുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം അയാൾ പറയും, ഈ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കുറേ കാര്യമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് പറയും, എൻ്റെ അനിയൻ്റെ മകൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭോജൻ എന്നാണ് അവൻ്റെ പേര്, ബാല്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവനെ വിളിച്ചിട്ട് പറയും, ഇവൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കി പറയാൻ പറയും. അപ്പോൾ ആ ജ്യോതിഷി പറയും, ഇവൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അയാൾ ഭയങ്കര അത്ഭുതസക്തനായി പോകും. അയാൾ പറയും, ഇവൻ മഹാചക്രവർത്തിയാകും, ഈ ലോകം മുഴുവൻ പിടിച്ചടക്കും, ഇവൻ ഭയങ്കര പ്രശസ്തനാകും. അങ്ങനെ അവനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മുഞ്ചരാജന് ഭയങ്കര മാനസിക സംഘർഷവും പ്രശ്നങ്ങളും ഉണ്ടാകും. കാരണം ഇവൻ രാജാവായി കഴിഞ്ഞാൽ, ഇവൻ ചക്രവർത്തിയായാൽ ഇവരുടെ ഈ മുഞ്ചരാജൻ്റെയും മക്കളുടെയും എല്ലാ കാര്യങ്ങൾ അവതാളത്തിലാവും, രാജ്യം പിടിച്ചടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ അവർ ആലോചിച്ചു. അപ്പം രാജാവ് പറയും, മന്ത്രിയോട് പറയും, ഇയാളെ കൊണ്ടുപോയി കാളിക്ക് ബലി കൊടുക്കുക, ഈ ബാലനെ കൊന്നതിന് തെളിവ് കൊണ്ടൊന്ന് കാണിക്കണം, ആരും അറിയരുത്. അങ്ങനെ ഭോജനെയും കൊണ്ട് മന്ത്രി കാളീക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ബലി അർപ്പിക്കാനായിട്ട് ചെല്ലുമ്പം മന്ത്രി പറയും, അല്ലയോ കുമാര, അങ്ങയെ ബലി അർപ്പിക്കാൻ അങ്ങയുടെ വല്യച്ഛൻ പറഞ്ഞിരിക്കുന്നത് രാജകൽപ്പനയാണ്, എനിക്ക് ചെയ്യാതിരിക്കാൻ വഴിയില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അങ്ങയെ ഒളിവിൽ പാർപ്പിക്കാം. എന്നിട്ട് അങ്ങയെ കൊന്നതായിട്ട്, ബലിയർപ്പിച്ചതായിട്ട് ഒരു തെളിവ് രക്തം പുരണ്ട വാളുമായിട്ട് ഞാൻ ചെല്ലാം. അല്ല, അങ്ങ് രാജകൽപ്പന നടത്തിക്കോളൂന്ന് ഭോജൻ പറയും. പക്ഷേ അയാൾക്ക് മനസ്സ് വരുന്നില്ല. അവസാനം ഭോജൻ തന്നെ തൻ്റെ വാളുകൊണ്ട് ശരീരത്തിൽ നിന്നും അല്പം രക്തമെടുത്തൊരു മരത്തൊലിയിലൊരു കവിത എഴുതി മന്ത്രിയുടെ കൈ കൊടുക്കും. എന്നിട്ട് പറയും, ഇത് അങ്ങ് വല്യച്ഛന് കൊടുത്തേക്കൂ എന്ന് പറയും. അങ്ങനെ മന്ത്രി രക്തം പുരണ്ട ഈ ബാലൻ്റെ രക്തം പുരണ്ട ഒരു വാളും ഈ മരത്തൊലിയിൽ എഴുതിയ കവിതയുമായിട്ട് മുഞ്ചരാജൻ്റെ അടുത്തേലും അവിടെ ചെന്ന് കുമാരനെ വധിച്ചു, ഇങ്ങനെ അതിനു മുമ്പ് കുമാരൻ എഴുതി തന്നാതെന്നും പറഞ്ഞ് കൊടുക്കും. അത് വായിച്ചു കഴിയുമ്പം അയാളുടെ ചങ്ക് പിളർന്നു പോകും. എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സാരാംശം എന്താണെന്ന് നമുക്കറിയത്തില്ല, എന്നാലും അതങ്ങനെ പറയുന്നില്ല, പ്രത്യേകിച്ച് പറയുന്നില്ല അതിനകത്ത്. അപ്പം മുഞ്ചരാജനാകെ ഇരിക്കപ്പുറതിയില്ലാതെയാവും. അയാൾ പറയും, അല്ലയോ മന്ത്രി, എന്താ ചെയ്യുന്നത്, അവനെ എനിക്ക് കാണണം. അയാൾ മരിച്ചു പോയല്ലോ, അയാളെ വധിച്ചു കളഞ്ഞില്ലേ, പിന്നെ എങ്ങനെ കാണും. അത് കഴിഞ്ഞിട്ട് പറയും, പ്രശസ്തനായിട്ടുള്ളൊരു മുനിവര്യനുണ്ട്, അദ്ദേഹത്തെ ഞാൻ കൊണ്ടുവരാം. അദ്ദേഹം വിചാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും, തല്ലെ പ്രായശ്ചിത്തോ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ മന്ത്രി കൊണ്ടുവരുന്ന മുനിവര്യൻ എല്ലാം കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പറയും, അങ്ങേക്ക് ഞാൻ അവനെ തിരികെ തരാം, പക്ഷേ അങ്ങ് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഭോജനെ തിരികെ ജീവനോടെ കൊടുക്കുവാണ് മുഞ്ചരാജന്.
ഭയങ്കര സന്തോഷത്തോടെ അയാൾ ആശ്ലേഷിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയും, ഭയങ്കര സന്തോഷമായി അയാൾക്ക്, എനിക്ക് അബദ്ധം പറ്റി മകനെ, നിന്നെ ഞാൻ വധിക്കാനായിട്ട് മന്ത്രിയെ പറഞ്ഞേൽപ്പിച്ചു അങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ കഥകളൊക്കെ കഴിഞ്ഞു. അത് കഴിയുമ്പം ഭോജൻ രാജ്യാവകാശം ഏറ്റെടുത്തു. അയാൾ രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചു, മഹാചക്രവർത്തിയായി. അങ്ങനെ വല്യച്ഛനും ഒക്കെ എല്ലാം കാലം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഭോജൻ എന്ന് പറയുന്ന ഭോജരാജാവ് നായാട്ടിനായിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ നായാട്ടിന് പുറപ്പെട്ട് വനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കുറേ ദൂരം യാത്രയൊക്കെ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചൊരു സ്ഥലത്തിരിക്കുമ്പം, പരിവാരങ്ങളുമായിട്ടിരിക്കുമ്പം, ഒരു ഏറുമാടത്തിന് മുകളിൽ നിന്നും ഒരു ശബ്ദം, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫലവൃക്ഷാദികൾ ഭക്ഷിച്ചോളൂ. വെള്ളരിയും മുന്തിരിയും അതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പോൾ അത് കേട്ടപ്പോൾ സന്തോഷമായി. അത് ആൾക്കാരെല്ലാം പറിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ താഴെ ഇറങ്ങി വന്നിട്ട് പറയും, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത് പറിച്ച് തിന്നതെന്ന് ചെയ്യും. വേറൊരു സ്വഭാവം. അപ്പോൾ മരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഒരു സ്വഭാവം, താഴെ ഇരിക്കുമ്പോൾ വേറെ സ്വഭാവം. വീണ്ടും അയാൾ ഏറുമാടത്തിൽ കയറി മുകളിലിരുന്ന് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾ ഇഷ്ടം പോലെ പറിച്ച് തിന്നോളാൻ പറയും. അപ്പോൾ ഇതിലെന്തോ ഒരു അപാകത മണത്തു. അപ്പം ഭോജരാജൻ പറയും, ഇവനൊരു 10 ഏക്കർ സ്ഥലവും കൊടുത്ത് ഇവനെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറയും. അങ്ങനെ അവനെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മാറ്റിയിട്ട് ഈ ഏറുമാടത്തിൻ്റെ അടിയിൽ മൊത്തം മാന്തി നോക്കുമ്പം അവിടെ ഭയങ്കര ഒരു സിംഹാസനം. ആ സിംഹാസനം ഒത്തിരി അടിയിൽ നിന്നും മാന്തിയെടുത്ത് ദിവസങ്ങളോളം മാന്തി ആ സിംഹാസനം പുറത്തെടുക്കും. അപാകതകളൊന്നും പറ്റാതെ ആ സിംഹാസനം കൊണ്ടുവന്ന് കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഭോജൻ്റെ കൊട്ടാരത്തിൽ സ്ഥാപിക്കും. സ്വർണ്ണ സിംഹാസനം, 2 സൈഡിലും ഓരോ സിംഹങ്ങളിരിക്കുന്ന, അതാണ് സിംഹാസനം. ആ സിംഹാസനത്തിലേക്ക് അങ്ങ് കയറി ഉപവിഷ്ടനാകാൻ ആയിട്ട് ഭോജരാജൻ തയ്യാറെടുക്കുകയാണ്. അന്ന് ഭയങ്കര ഉത്സവവും ഭയങ്കര പരിപാടികളാണ്. ആ സമയത്ത് എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് ഇതിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ സിംഹാസനത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അത് പറഞ്ഞില്ല, പറയാൻ വിട്ടുപോയി. 16 പടികളുണ്ട് ഈ സിംഹാസനത്തിന്. 16 പടികളിലും 2 സൈഡിലും ഓരോ സാലഭഞ്ജികളുമുണ്ട്. 32 സാലഭഞ്ജികൾ, പ്രതിമകൾ, സ്ത്രീ രൂപങ്ങൾ. ആദ്യത്തെ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങുന്ന ഭോജനോട് സാലഭഞ്ജിക പറയും, അങ്ങ് കാലെടുത്ത് വെക്കരുത്, വെച്ചാൽ അങ്ങയുടെ തല പൊട്ടിത്തെറിക്കും. അപ്പം അയാൾ കാല് പിൻവലിക്കും. എന്താണെന്നറിയാമോ? ഇതാരുടെ സിംഹാസനമാണെന്നറിയാമോ? ഇല്ല, ഇത് മഹാചക്രവർത്തിയായിരുന്ന വിക്രമാദിത്യൻ്റെ സിംഹാസനമാണ്. അദ്ദേഹം ഈ സിംഹാസനത്തിലിരുന്ന് 2000 സംവത്സരം ഭരണം നടത്തി. അദ്ദേഹത്തിൻ്റെ സിംഹാസനമാണ്, ഇതിലിരിക്കാൻ നിങ്ങൾ യോഗ്യനല്ല. ഭോജൻ അന്നേരത്തേക്കും കൂട്ടത്തിലുള്ള എല്ലാ സാലഭഞ്ജികളും പൊട്ടിച്ചിരിച്ചു ഇയാളെ കളിയാക്കിയ രീതിയിൽ. അപ്പോൾ ഭോജനോട് പറഞ്ഞു, വിക്രമാദിത്യൻ്റെ കഥകൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? അപ്പം വിക്രമാദിത്യ ചക്രവർത്തിയെക്കുറിച്ച് ധാരാളം കേട്ടിരിക്കുന്നു, പക്ഷേ എല്ലാ കഥകളും അറിയത്തില്ല. എങ്കിൽ കേട്ടോളൂ. ഒന്നാമത്തെ കഥ. എല്ലാ സാലഭഞ്ജികളും ഓരോ കഥകൾ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ സാലഭഞ്ജികൾ പറയുന്ന കഥ, ആ കഥ നാളെ പറയാം. ഇന്നിവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.